കാഴ്ചകളറിയൂല കരളിമ്പ പെറ്റുമ്മാനെ വാങ്ങാനൊക്കൂല ഏറെ പൊറുക്കാനും എല്ലാം സഹിക്കാനും. ശരിക്കും നിനക്ക് എന്താണ് ആഗ്രഹം എന്ന് പറഞ്ഞ നിന്റെ ആഗ്രഹം എന്താണ്? എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം മക്കത്ത് പോകണം, പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു വീട് വേണം, ഉപ്പാക്കൊരു വണ്ടി വേണം, അങ്ങനെയുള്ള വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെയാണ്. അങ്ങനെ ഒരു പാട്ട്, അത് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ട്. പാട്ടല്ലേ? അത് പാടുവോ? ഓ പാടും. തളിർക്കുളിർ കാറ്റ് തഴുകി വരും കാറ്റ് ഇല്ലായ്മയിൽ നിന്നും ലോകത്തെ പടച്ച അല്ലാന്റെ കുതിരത്ത് നീ കേട്ടു യാ റഹീം. ഹായ്, അപ്പോൾ ഞാനെന്നുള്ളത് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിൽ ഞാനൊരു അടിപൊളി കലാകാരിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അതായത് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പാട്ടുകാരിയാണ്. അതായത് എന്താ പറയുക, മോളുടെ പാട്ട് കേൾക്കാത്തവരൊരു പക്ഷേ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആരുണ്ടാവില്ല. അത്രയും മനോഹരമായ രീതിയിൽ പാട്ട് പാടുന്നൊരു മോളാണ്. പാട്ട് മാത്രമല്ല, പല കഴിവുകളുണ്ട്. അപ്പോൾ ആൾ കോഴിക്കോട്ടുകാരിയാണ്. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളതും ആളെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് മോളുടെ കുറച്ച് വിശേഷങ്ങൾ, കുറച്ച് പാട്ടുകൾ, ഇങ്ങനെയുള്ള കുറച്ച് സംഭവമാണ്. അതുപോലെ തന്നെ മോൾക്ക് എന്താണ് ആഗ്രഹങ്ങൾ, അവളുടെ ആഗ്രഹങ്ങൾ എന്താണൊക്കെ ചോദിച്ചറിയാനാണ് നമ്മൾ പോകുന്നത്. എന്തായാലും വീഡിയോ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വീഡിയോ ഷെയറും ചെയ്ത് കാണും കേട്ടോ. 5ാം ക്ലാസ്സുകാരാണ്. പേരെന്താണ്? ഫൈഹ ഫാത്തിമ. ഫൈഹ എങ്ങനെ വൈറലായത്? ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, പിന്നെ അതിൽ കുറെ പാട്ടുകളൊക്കെ പാടിയിട്ട് അങ്ങനെ ഇട്ടപ്പം വൈറലായി അല്ലേ? സംഭവിച്ചാൽ അടിപൊളി ഒരു പാട്ടുകാരിയാണ് കേട്ടോ. അതായത് ഇപ്പോൾ പാട്ടിൻ്റെ ആ ഒരു വഴിയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും ആൾക്കാരൊക്കെ സ്വീകരിച്ചു. ഒരുപാട് ആൾക്കാർ ഇവരെങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ നിൽക്കണം, ആരാണ് ഈ മോള് എന്നുള്ളത്. ആൾ ശരിക്കും വയനാട്ടുകാരാണ്, പക്ഷേ ഇവിടെ നിൽക്കുന്നത് കോഴിക്കോട് നമ്മളെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്താട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരനാരാ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരനാരാ? അതെ, ഇങ്ങനെയുള്ള കലാകാരികൾ വളർന്നു വന്നാലാണ് നമ്മുടെ സമൂഹത്തിൽ നല്ല നല്ല പാട്ടുകാരികൾ ഉണ്ടാവുള്ളൂ അല്ലേ? അങ്ങനല്ലേ? ഓക്കെ, ഇപ്പോൾ 5ാം ക്ലാസ്സിലല്ലേ? 5. അപ്പം എന്തായാലും മോടെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഫൈ മോളെ, ഉമ്മച്ചി പറഞ്ഞ കേട്ടിട്ട് ഉമ്മച്ചിയാണ് പാട്ട് പഠിപ്പിച്ചെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ശരിക്കും നിനക്ക് എന്താണ് ആഗ്രഹം എന്ന് പറഞ്ഞ നിന്റെ ആഗ്രഹം എന്താണ്? എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം മക്കത്ത് പോകണം, പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു വീട് വേണം, ഉപ്പാക്കൊരു വണ്ടി വേണം, അങ്ങനെയുള്ള വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെയാണ്. ഉപ്പച്ചി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? ഓക്കെ, ഒക്കെ ശരിയാവും. ഏതായാലും മോള് നല്ല പാട്ട് പാടൂലേ? ഒരുപാട് ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തണം, അതാണ് മെയിനായിട്ട് വേണ്ടത്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ 25 വീഡിയോ ആകെ വന്നിട്ടുള്ളൂ. എന്നാ തുടങ്ങിയ ചാനലൊക്കെ? കുറച്ചായിട്ടു അല്ലേ? പക്ഷേ 25 വീഡിയോ ആകെ വന്നുള്ളൂ. പക്ഷെ പാട്ട് പാടുന്ന ഒരുപാട് പേരാണ്ട് അല്ലേ? വരൂലേ? ഓക്കെ, പിന്നെ അടുത്ത ആഗ്രഹം എന്താ? അടുത്തതെന്ന് പറഞ്ഞാല് എനിക്ക് വലിയൊരു പാട്ടുകാരി ആവണം. ഓ, പിന്നെ നല്ലൊരു നിലയിലെത്തണം, അങ്ങനത്തെ ഒരു ആഗ്രഹം. അപ്പോൾ നമുക്കൊരു പാട്ട് പാടി നോക്കാല്ലേ ഫസ്റ്റ്? ഓക്കെ. കണ്ണുള്ളോർക്കൊന്നും കണ്ണി കാഴ്ചകളറിയൂല കരളിമ്പ പെറ്റുമ്മാനെ വാങ്ങാനൊക്കൂല ഏറെ പൊറുക്കാനും എല്ലാം സഹിക്കാനും ഏറെ പൊറുക്കാനും എല്ലാം സഹിക്കാനും മനസ്സുറപ്പുള്ളൊരു ഉമ്മ മധുരക്കനിയാണ് മനസ്സുറപ്പുള്ളൊരു ഉമ്മ മധുരക്കനിയാണ് ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സുവർഗം മൂർത്തോളി ഊട്ടിമതിയാം മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളി. മാഷാല്ലാ, നൈസായിട്ടുണ്ട് കേട്ടോ. പാട്ട് അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈം വന്നോണ്ടായിരിക്കും കുറച്ചൊരു മടി നാണം പോലെ തോന്നുന്നുണ്ട് അല്ലേ? എന്താ നാണിക്കുന്ന എന്തിനാ? ഓക്കെ, അപ്പം മോള് അത്യാവശ്യം നല്ലപോലെ പാടുന്നുണ്ട്. ശരിക്കും എങ്ങനെയാണ് ഒരു ഈ വഴിയിലേക്ക് എത്താൻ കാരണം?
അത് ഞാൻ എൻ്റെ വീട്ടില് ഞാനും മോളും മാത്രമേ ഉണ്ടാവുള്ളൂ. ഹസ്ബൻഡിന്റെ ഉമ്മ ജോലിക്ക് പോകും. ഹസ്ബൻഡ് പോകും രാവിലെ ആയാല്. പിന്നെ അവള് കാണാത്തതുകൊണ്ട് നമ്മളെല്ലാ പണിയെടുക്കുമ്പോ അവളെ നമ്മളൊരു ഭാഗത്ത് കിടത്തും, പായൊക്കെ വിരിച്ച് അങ്ങനെ കിടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ ഉണ്ട് നോക്കി അറിയണമെങ്കിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ആള് കരയും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പാട്ട് പാടും, ഇങ്ങനെ ഉറക്കം അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എവിടെ ഉണ്ട് എന്നുള്ളത് അവൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ പാടി പാടി പിന്നെ അവളെ കുറച്ച് സംസാരിക്കാനൊക്കെ ആവുമ്പോ പറയും, ഉമ്മച്ചി നല്ല പാടും, ഉമ്മച്ചി പാടുവോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പാടും, അതിന്റെ കൂടെ അവളും പാടും. പിന്നെ അങ്ങനെ പാട്ടിലോട്ട് ഭയങ്കര താല്പര്യമായി. അങ്ങനെയാണ് പിന്നെ അവളെ മ്യൂസിക് പഠിപ്പിക്കാനും ഒക്കെ ഇവിടെ കോഴിക്കോട് വന്നതിന് ശേഷമാണ് പിന്നെ പാട്ട് പഠിപ്പിക്കാനൊക്കെ വിടാൻ തുടങ്ങിയത്. സംഗതി അനാൻഷാനെ പോയി കണ്ടു, ഇഷ്ടമായില്ല ആളെ? ഓക്കെ. അപ്പം അനാൻഷാനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യാണ്, ആള് പാട്ടും പാടലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈഹമോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? അങ്ങനെ ഒരു പാട്ടുണ്ട്, അത് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ട്. അനാൻഷാന്റെ പാട്ട് അല്ലേ? അത് പാടുവോ? ഓ, പാടും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്കും എനിക്കും വേണ്ടിയിട്ട് പാടി തരുമോ? ഓക്കെ, തുടങ്ങാം. 1 2 3 സ്റ്റാർട്ട്. കുളിർ കാറ്റ് റൗളയിത്തൊഴുകി വരും കാറ്റ്, ഇല്ലായ്മയിൽ നിന്നും ലോകത്തെ പടച്ച അല്ലാന്റെ കുതിരത്ത് നീ കേട്ടു. യാ റഹീം യാ കരീം യാ ജലീൽ യാ ഹലീം, യാ റഹീം യാ കരീം യാ ജലീൽ യാ ഹലീം. ആദ്യമായി റബ്ബ് മണിമൂത്ത് ആരംഭ നബിയുടെ ഒളി തീർത്ത്, ഹൈയൊളിവിൽ നിന്ന് ലേശമെടുത്ത് തൊയ്യവൻ പടച്ചിരു ലോകത്തെ, തൊയ്യവൻ പടച്ചിരു ലോകത്തെ. യാ റഹീം യാ കരീം യാ ജലീൽ യാ ഹലീൽ. ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്, അതായത് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും മോൾക്ക് ഈ ഒരു കണ്ണിൻ്റെ പ്രശ്നം ജന്മനാളെ ഉള്ളതാണോ, ട്രീറ്റ്മെൻറ്റ് വല്ലതും ഉണ്ടോ, എന്താ ശരിക്കും അവിടെ സംഭവിക്കണേ? ജനിച്ചപ്പോഴേ ഉള്ളതാണ്. പെട്ടെന്നുള്ളൊരു സിസേറിയനും കാര്യമൊക്കെ ആയി. പിന്നെ ഇവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു, പക്ഷെ ബാക്കി എല്ലാവരും കണ്ട സമയത്ത് കണ്ണ് വെള്ള കളറായിരുന്നു. നമ്മൾ അത്ര വലിയ കാര്യമാക്കിയിട്ടില്ലായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് ചെറിയ പ്രശ്നം ഉണ്ട് എന്ന് മനസ്സിലായത്. അങ്ങനെ അവിടെ തന്നെ അവര് വേറൊരു ഹോസ്പിറ്റലിലേക്ക് അപ്പൊ തന്നെ വിട്ടു. അങ്ങനെ അവിടെ നിന്ന് നോക്കിയിട്ട് പറഞ്ഞു കോയമ്പത്തൂർ അരവിന്ദിലേക്ക് എത്രയും പെട്ടെന്ന് പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ 4ാമത്തെ ദിവസം തന്നെ ഞങ്ങൾ ആംബുലൻസിൽ പോയി, കോയമ്പത്തൂർ പോയി. അവിടെ നിന്ന് പിന്നെ ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ചെറിയ മോളായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. വീണ്ടും ഞങ്ങൾ പോയി ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്ത് പറഞ്ഞത് റുബല്ല വന്നതാണെന്ന് പറഞ്ഞേ. പ്രഗ്നൻസി ടൈമിൽ റുബല്ല വന്നതാണെന്നാ പറഞ്ഞേ. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ ഹാർട്ടിലും ചെവിക്കും അതുപോലെ കണ്ണിനൊക്കെയാണ് ബാധിക്കുക. നമുക്ക് ഇതുവരെ അല്ല സഹായിച്ചിട്ട് വേറൊരു കുഴപ്പമില്ല, കണ്ണിന് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം ഇപ്പൊ കോയമ്പത്തൂർ അരവിന്ദ് 5 വയസ്സായി കഴിഞ്ഞാല് നമുക്ക് നോക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ ആ സമയത്ത് നമ്മൾ പോയി ചെക്കപ്പ് ചെയ്തപ്പോ പറ്റില്ല, അവളെ ഞരമ്പിനൊക്കെ അത്ര ശക്തിയായിട്ട് വളർച്ചയുണ്ട്. അപ്പോ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കണ്ണ് പറ്റി അടഞ്ഞു പോകും. ആ സമയത്ത് പറഞ്ഞല്ലേ? ഇപ്പൊ ഏകദേശം മോൾക്ക് 5 വയസ്സ്, അത്ര ഇപ്പൊ 9 വയസ്സായില്ലേ? പിന്നെ ഇപ്പൊ ട്രീറ്റ്മെന്റ് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ട്രീറ്റ്മെന്റ് ഉണ്ട്. ഞങ്ങൾ വർഷത്തിൽ 2 പ്രാവശ്യം കോയമ്പത്തൂർ ആരെങ്കിലും പോയി വരുന്നുണ്ട് അല്ലേ? 2 വർഷം വർഷത്തിൽ 2 പ്രാവശ്യം അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ കൂടുതൽ ട്രീറ്റ്മെന്റ് നമ്മൾ കേരളത്തിൽ കിട്ടൂലേ? ഇല്ല, ഇവിടെ ഒന്നും ഇല്ല. അത് കാരണമാണ് നമ്മൾ അരവിന്ദിലേക്ക് വിട്ടത്. അതെ അല്ലേ? അങ്ങനെ അവിടെ പോയി ഇപ്പം രാവിലെയും വൈകിട്ടും മരുന്ന് ഇറ്റിക്കുന്നുണ്ട്. കണ്ണിന്റെ ഒരു പ്രഷർ ഉണ്ട്, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട്. കൂടി കഴിഞ്ഞാൽ പ്രശ്നമാണ്. കണ്ണിന്റെ കാഴ്ച ഉള്ള ഈ ഒരു പെർസെന്റ് ഉണ്ടാവുമല്ലോ, ഈ വെളിച്ചവും ബ്രൈറ്റ്നെസ് കൂടിയ കളറൊക്കെ അവള് പറയില്ലേ? അതായത് ആൾക്ക് നീൽ പോലെ കാണല്ലേ ശരിക്കും? ഫുള്ളായിട്ട് നമ്മൾ കുറച്ച് ലോങ്ങിൽ നിന്നാലും നമ്മളെ രൂപം ഒന്നും മനസ്സിലാവില്ല. കുറച്ച് ബ്രൈറ്റ്നെസ് കൂടി കളർ ഇട്ടിട്ടാണ് നമ്മൾ വരുന്ന വെച്ചാല് മനസ്സിലാവും, ആള് ഒരു മുമ്പിലുണ്ടെന്നുള്ള മനസ്സിലാവും.
അല്ലേ? അല്ലാണ്ട് ഒക്കെ അറിയില്ല. പിന്നെ അതുപോലെ ലൈറ്റ് അറിയും. ലൈറ്റ് അറിയും. ലൈറ്റ് ഒക്കെ കണ്ടാല് ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും എന്താ പറയാ, മോളെ കാണാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ, പാട്ടൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നേരെ വരിക. അതിൽ ഉപ്പാൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം അല്ലേ? അപ്പോൾ ഇതാണ് മോഡ് നിൽക്കുന്ന വീട് കേട്ടോ. അവർ റെൻറ്റിന് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. മേലെയാണ് ഇതാ ഓടിട്ട് മേലെയാണ് അവർ താമസം. ഇത് സ്റ്റെപ്പ് പോയി പുറത്തേക്ക് വരുന്നുണ്ട്. വാ. ഹലോ. മെല്ലെ വന്നാൽ മതിയേ. വാ. ഇന്നു ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്തെ പൊന്നാരിച്ചൊരു മുല്ല നട്ടു. കണ്ണീർ തേവി നനച്ചു കിനാവിൻ്റെ പൊൻതൂവൽ കൊണ്ട് പന്തലിട്ടു. മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാവള്ളിയിലൊന്നു തൊട്ടു. രണ്ടാം നാളിൻ്റെ ജീവനമൊട്ടവനിൻ്റെ വന്നു കട്ടു. ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടിട്ടു. ഇന്നു ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പൊന്നാരിച്ചൊരു മുല്ല നട്ടു. മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാവള്ളിയിലൊന്നു തൊട്ടു. രണ്ടാം നാളിൻ്റെ ജീവനമൊട്ടവനെൻ്റെ വന്നു കട്ടു. ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടിട്ടു. വലയിട്ട് കൈകൊട്ടി പാടുന്ന തത്തമ്മ കിളിയുടെ പാട്ടൊന്നു കേട്ടില്ല ഞാൻ. വണ്ണാത്തിപ്പുള്ളിനും അണ്ണാരക്കണ്ണനും മണ്ണപ്പം ചുട്ടു കൊടുത്തില്ല ഞാൻ. മാനത്തോടെ മേഘത്തിലെ മാലകമൊരുത്തും നേരം മാല കോർത്തു മാറിലണിക്കാൻ മുല്ലപ്പൂക്കളില്ല. എൻ്റെ കയ്യിൽ മുത്തും പൊന്നുമില്ല. ഇന്നു ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പൊന്നാരിച്ചൊരു മുല്ല നട്ടു. മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാവള്ളിയിലൊന്നു തൊട്ടു. രണ്ടാം നാളിൻ്റെ ജീവനമൊട്ടവനെൻ്റെ വന്നു കട്ടു. ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടിട്ടു. ഓക്കെ, വാവ്, നൈസ് വോയിസ് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് കൈയടിക്കാൻ നമ്മളെ കൂടെ ആരുമില്ല. എന്തായാലും സൂപ്പറാണ്. ഫൈഹൻ്റെ എന്താ പറയുക, ആ ഒരു എഫേർട്ടിനുള്ള ഒരു ഇത് സാധനം ഉണ്ട്. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റഅ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. എന്ത് ഭംഗിയുണ്ട് കേൾക്കാനേ. എനിക്ക് ഫുള്ളായിട്ട് കേൾക്കാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. പിന്നെ മോള് നല്ലപോലെ ഖുർആൻ ഓതുന്നുണ്ട് കേട്ടോ. ഇത് മനപ്പാടാക്കാൻ താല്പര്യം ഉണ്ടപ്പോലെ ഫുള്ളായിട്ട്? ഓ, നടക്കട്ടെ കേട്ടോ. ഓള് ആകെ നമ്മോട് പറഞ്ഞ കാര്യം, ഓൾക്ക് മക്കത്ത് പോകണം. അതെൻ്റെ മനസ്സിലിങ്ങോട്ട് തട്ടി. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, മാക്സിമം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഷെയർ ചെയ്ത് അങ്ങനെ കഴിയുന്ന ആൾക്കാരേക്ക് ഇത് എത്തിക്കും. അതായത് ഈ പൊന്നുമോളെ നമുക്ക് കാണിച്ചെടുക്കണം അല്ലേ? കണ്ടേ? ഓക്കെ. അപ്പം എങ്ങനെ, ഒറ്റക്ക് പോകാനാണോ അല്ല ഫാമിലി ആയിട്ട് പോകാനോ താല്പര്യം? ഫാമിലി ആയിട്ട്, ഉപ്പച്ചി അതുപോലെ തന്നെ അനിയത്തി അല്ലേ, എല്ലാവരും കൂടെ? എല്ലാവരും കൂടെ. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം അവർക്ക് ഉണ്ടാവട്ടെ പെട്ടെന്ന് തന്നെ. എന്തായാലും ഈ മോളെ കണ്ടേലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയാലും ഞാൻ ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതുപോലത്തെ നല്ല നല്ല കലാകാരികൾക്ക് വീണ്ടും നമ്മൾ വരുന്നുണ്ട്. തൽക്കാലം നമുക്ക് വീഡിയോ നിർത്താം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ഹായ്.